സോ വെൽക്കം ബാക്ക് ടു ദ നെക്സ്റ്റ് വീഡിയോ. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു സ്ക്രീൻ ഇതുവരെ ഫുള്ള് സെറ്റപ്പ് ചെയ്തു. സോ ഇനി അടുത്ത നമ്മളെ ടാസ്ക് എന്ന് പറയുന്നത് അടുത്ത സ്ക്രീനാണ്. സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്രീനാണ്. സോ ഇതിലോട്ട് എത്തണമെങ്കിൽ നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ടാക്കണം. അതുപോലെ ഈ ലിസ്റ്റ് ഐറ്റം ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകും വേണം. സോ ഫോർ ദാറ്റ് ഞാനൊരു ആക്ടിവിറ്റി ഉണ്ടാക്കും. ആക്ടിവിറ്റിയിൽ ഒരു എംപ്റ്റി ആക്ടിവിറ്റി, ഞാനിതിനെ ഐറ്റം ഡീറ്റെയിൽസ് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് ഇവിടെ ഉണ്ട്. സോ നമുക്ക് ലിസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് വേണം എങ്ങോട്ട് പോകാൻ. ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വേണം ആക്ച്വലി ഇതിലോട്ട് പോകാൻ. സോ ഈ ഒരു ലിസ്റ്റ് ഐറ്റം ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് കിട്ടും? ഈ ഐറ്റം റീസൈക്ലർ ലൈക്ക് ഇതുണ്ട്. ഐറ്റം റീസൈക്ലർ ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ ഉണ്ട്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഇതിന് നമുക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓൺ ക്ലിക്ക് വെച്ചിട്ടാണ്. ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വ്യൂ ഉണ്ടെങ്കിൽ അതിൽ ഓൺ ക്ലിക്ക് വെച്ച് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് നമ്മളിവിടെ എന്ത് ചെയ്തു, ഇവിടെ ഈ ടൂൾ ബാറിന് നാവിഗേഷൻ ക്ലിക്ക് ലിസണർ കൊടുത്തില്ല. അതായത് ഇതുപോലെ ഒരു ഓൺ ക്ലിക്ക് നമുക്ക് കിട്ടും, റീസൈക്ലർ വ്യൂവിന് ചെയ്യാൻ പറ്റും. അത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഐറ്റംസ് റീസൈക്ലർ ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ ഒരു പുതിയ ഇന്റർഫേസിന്റെ ഇംപ്ലിമെന്റേഷൻ കൊടുക്കും. ഓക്കെ, അതിൻ്റെ അകത്ത് എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ പറയും ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, സോ ഇത് എന്ത് ചെയ്യും, ഇത് ആക്ച്വലി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു റീസൈക്ലർ വ്യൂവിൽ എവിടെ ക്ലിക്ക് ചെയ്താലും അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകും. സോ നമുക്ക് അതല്ല വേണ്ടത്, ഏത് ഐറ്റം ആണോ ക്ലിക്ക് ചെയ്യുന്നത്. സോ ഏത് ഐറ്റം ക്ലിക്ക് ചെയ്യുന്നൊന്നും ഈ ഒരു മെത്തേഡ് നമുക്ക് കിട്ടില്ല. സോ ഒരു ഐറ്റം ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഐറ്റത്തിന്റെ ഐഡന്റിഫയർ വെച്ച് വേണം നമുക്ക് ഇങ്ങോട്ട് എന്ത് കിട്ടാൻ, ക്ലിക്ക് ലിസണർ കിട്ടാൻ. സോ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അഡാപ്റ്ററിന്റെ അകത്താണ്. ഓക്കെ, അഡാപ്റ്ററിന്റെ അകത്ത് ഈ അഡാപ്റ്ററിന്റെ അകത്ത് ഞാനൊരു ഇന്റർഫേസ് ഉണ്ടാക്കും. സോ ജാവയ്ക്കകത്ത് ഇന്റർഫേസ് എന്താണെന്ന് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. സോ ഇന്റർഫേസ് ഒന്നുമില്ല, ഒരു അൺഇംപ്ലിമെന്റഡ് കാര്യങ്ങൾ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇന്റർഫേസ്. സോ ഞാൻ ഓൺ ക്ലിക്ക് ലിസണർ എന്ന് കൊടുക്കും, ലിസണർ. സോ ഇതിൻ്റെ അകത്ത് ഞാൻ വോയിഡ് ഓൺ ഐറ്റം ക്ലിക്കഡ്. സോ ഇതിൻ്റെ അകത്ത് കൂടെ ഒരു പാരാമീറ്ററും കൂടെ വരും. കൂടെ വരുന്ന പാരാമീറ്റർ ഇൻഡ് ആയിരിക്കും, ഇൻഡ് പൊസിഷൻ. ഓക്കെ, സോ ഏത് പൊസിഷൻ ആണെന്നുള്ളത്. സോ ഈ ഇന്റർഫേസിന്റെ ഇംപ്ലിമെന്റേഷൻ, അതായത് ഒരു ഐറ്റം ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ളത് കൂടി ഈ അഡാപ്റ്ററിന് പറഞ്ഞു കൊടുക്കും. സോ അതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഒരു ഒബ്ജക്റ്റ് ഞാനിവിടെ ഉണ്ടാക്കും. സോ ലിസണർ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കും, ഓൺ ക്ലിക്ക് ലിസണർ എന്നുണ്ടാക്കും. സോ ആ ഒരു സെയിം സാധനത്തിനെ ഞാൻ കൺസ്ട്രക്ടർ വഴി ഇങ്ങോട്ട് പാസ് ചെയ്യും. ഓക്കെ, ജനറേറ്റ് കൺസ്ട്രക്ടർ. ഓക്കെ, സോ എന്ത് ചെയ്തു, ഒരു ഇന്റർഫേസിന്റെ ഇംപ്ലിമെന്റേഷൻ ഞാൻ കൺസ്ട്രക്ടർ വഴി ഈ ഒരു ക്ലാസ്സിലോട്ട് പാസ് ചെയ്തു. സോ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ലിസണർ കൊടുക്കാൻ പറ്റും. ഫോൾഡർ ഡോട്ട് ഐറ്റം വ്യൂ ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ ന്യൂ ഓൺ ക്ലിക്ക് ലിസണർ. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺ ക്ലിക്ക് നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്ത് ഓൺ ക്ലിക്ക് ലിസണർ ഡോട്ട് ഓൺ ഐറ്റം ക്ലിക്കഡ് അറ്റ് പൊസിഷൻ. ഇവിടെ ഈ പൊസിഷൻ, അതായത് ആ ഒരു റീസൈക്ലർ വ്യൂ ഹോൾഡറിലെ ഒരു ഐറ്റത്തിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ക്ലിക്ക് ചെയ്യുന്ന പൊസിഷൻ എടുത്തിട്ട് ഈ ഒരു ഇന്റർഫേസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഇയാൾ ഇതിന്റെ പാരന്റിന് കൊടുക്കും. സോ നേരെ നമ്മളെ ഈ ഒരു ആക്ടിവിറ്റിയിലോട്ട് പോവാം. ഐറ്റംസ് ലിസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ ഇപ്പോൾ ഈ അഡാപ്റ്ററിന്റെ കൺസ്ട്രക്ടറിൽ ഒരു എറർ അടിക്കും. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യും, സോ ഇവിടെ എനിക്ക് ഇനി ആ ഇന്റർഫേസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ ന്യൂ അടിക്കും, എന്നിട്ട് ആ ഒരു കൺസ്ട്രക്ടർ ഞാനിവിടെ ആ ഇന്റർഫേസ് ഇവിടെ പാസ് ചെയ്യണം. കണ്ടോ, അപ്പൊ എനിക്കിവിടെ കിട്ടി എന്ത്, ആ ഒരു പൊസിഷൻ കിട്ടി. സോ ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ആക്ടിവിറ്റി ഓഫ് ന്യൂ ഇൻഡന്റ് ദിസ് അല്ല, ഐറ്റംസ് ലിസ്റ്റിംഗ് ആക്ടിവിറ്റി. സോ ഇവിടെ ദിസ് എന്ന് കൊടുക്കാം. ഓക്കെ, ദിസ്, പിന്നെ ഐറ്റംസ് ഡീറ്റെയിൽസ് ആക്ടിവിറ്റി ഡോട്ട് ക്ലാസ് എന്ന് കൊടുക്കാൻ പറ്റും ഇവിടെ. പക്ഷെ ഈ ദിസ് ഇവിടെ പോയിന്റ് ചെയ്യുന്നത് ഇവിടെ ഈ ഒരു ഇന്റർഫേസിനെയാണ്. സോ ഇതിലുള്ള ക്ലാസ് ഇപ്പൊ ഇന്റർഫേസ് എന്ന് പറയുന്നത് ഈ ഇന്റർഫേസിലാണ്. സോ അതല്ല, ഈ ക്ലാസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഐറ്റംസ് ലിസ്റ്റിംഗ് ആക്ടിവിറ്റി ഡോട്ട് ദിസ് എന്ന് കൊടുക്കും. സോ ആ ഒരു എറർ പോകും. സോ ഇനി ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്താൽ നമ്മൾ ആ ഒരു ഐറ്റം ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള, അതിന്റെ ഈക്വലന്റ് അല്ല, ആ ഒരു ബ്ലാങ്ക് ആക്ടിവിറ്റിയിലോട്ട് നമ്മൾ പോകും. ഓക്കെ, ലെറ്റ് മീ ചെക്ക് ദാറ്റ്. നമുക്ക് വരുന്നത്
സോ ലോഗിൻ ക്ലിക്ക് ചെയ്തു, ഫ്രൂട്ട്സ് ക്ലിക്ക് ചെയ്തു, ആപ്പിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടോ ബ്ലാങ്ക് ആക്ടിവിറ്റിയിലോട്ട് പോകുന്നുണ്ട്. സി ഓക്കെ. സോ ബേസിക്കലി അതേ ഉള്ളൂ കാര്യം. സോ അത് വർക്കിംഗ് ആണ്. ഇനി അടുത്ത സ്ക്രീന് ചെയ്യേണ്ടത് ഈ ഒരു സ്ക്രീൻ ഡിസൈൻ ആണ്. സോ ഇതിലോട്ട് നമുക്ക് വരാം, അടുത്ത ട്യൂട്ടോറിയലിൽ ചെയ്യാം.